ഹായ് ഹലോ അസ്സലാം വലൈക്കും. എല്ലാവർക്കും നമ്മളെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെ പിന്നെ നിങ്ങൾക്കൊക്കെ ചക്കയൊക്കെ കിട്ടലുണ്ടോ അതോ കിട്ടലില്ലേ? ഇതിപ്പോൾ നമുക്ക് ഇന്നലെ അങ്കണവാടി വിട്ട് പോന്നപ്പോൾ ഒരു താത്ത തന്നതാണ് കേട്ടോ. അപ്പോൾ ഓലവിടെ തൊടുവിൽ ചക്ക ഇടയുന്നു. പിന്നെ പരിചയമുള്ള താത്തയാണ്. ഇതിലിടക്കും കഴിഞ്ഞ കൊല്ലവും തന്നിരുന്നു നമുക്ക്. അപ്പോൾ ഇജ്ജ് കൊണ്ടുപോയി കൂട്ടാൻ വെച്ചോ, ഒരു വീഡിയോ പിന്നെ കാണാമല്ലോ ഞങ്ങൾക്ക്. കൂട്ടാൻ വെച്ച വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് തിന്ന ഫലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ നല്ല രസം പറയുന്ന ഒരു താത്തയാണ് കേട്ടോ. താത്ത അതൊക്കെ ഞാൻ പറയും, ചെറിയ പെണ്ണാണ്. അപ്പം അതാ ചക്കച്ചോളം അങ്ങനെ പറിച്ചിട്ട് ഇടുകയാണ് കേട്ടോ ഞാൻ. നല്ല രസമുള്ള ചക്കച്ചോള. പിന്നെ എല്ലാവർക്കും ചക്കയൊക്കെ കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു വായുതാജ് ചക്ക കിട്ടുകയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ തൊടുവിൽ പ്ലാവ് ഇല്ല, ഒരു പ്ലാവ് ഉണ്ടായിപ്പോൾ കായില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് വേഗം വന്നോളി, ഇട്ടോളി, കൊണ്ടുപോയിക്കോളി, അല്ലെങ്കിൽ ഇട്ടുങ്ങാണ്ട് കൊണ്ടുപോയിക്കോളി അറിയാം. അതിപ്പോൾ അതില്ലല്ലോ. ഇതിപ്പോൾ ആരെങ്കിലുമൊക്കെ നമുക്ക് തരുന്നതാണ്. ചക്കക്കാലമായാൽ നമുക്ക് ചക്കക്കൊന്നൊരു വഞ്ചോല, നമുക്ക് പ്ലാവില്ലെങ്കിലും നമുക്കുള്ള മാതിരിയാണ് കേട്ടോ. എല്ലാവരും തരും. നമ്മളത്രയും കാര്യമാണ് എല്ലാവർക്കും. എല്ലാവരും വിളിച്ചങ്ങാണ്ട് വെച്ച് കൊണ്ടുപോയിക്കോ അറിയും. കാര്യമായിട്ട് എല്ലാവരും നമ്മൾ വീഡിയോ കാണുന്നതാണ്. അപ്പോൾ എന്താ വെച്ചാൽ കൂട്ടാൻ വെച്ചോ, ഞങ്ങളെ ചക്ക കൊണ്ട് കൂട്ടാൻ വെക്കണത് ഞങ്ങൾക്ക് കാണാമല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ അത് നല്ല മധുരമുള്ള ചക്ക കേട്ടോ, നല്ല പൊടിയുള്ള ചക്ക. അപ്പോൾ ഞാൻ കുടുക്കിക്ക് തന്നെയാണ് നുറുക്കണത്. കുടുക്ക എടുക്കണത് എന്താണെന്ന് അറിയാമോ? ഈ കുടുക്കക്ക് ഒറ്റ കുടുക്ക ചക്ക നുറുക്കിങ്ങാണ്ട് വെച്ചാൽ വെന്ത് വരുമ്പോൾ നമുക്ക് പാകത്തിന് കൂട്ടാനാവും. പിന്നെ കുറേ നുറുക്കി കൂട്ടിയാൽ പിന്നെ ഇതിൽ കുടുക്കിയിൽ കൊള്ളൂല. അങ്ങനെ ചക്കക്കുരൊക്കെ പോണ്ടി കളഞ്ഞ് മുറത്തേക്ക് മാറ്റി നമുക്ക് ചക്കക്കുരു ചാറുണ്ടാക്കാമല്ലോ. ചക്കക്കുരു കുമ്പളങ്ങി ചാറുണ്ടാക്കാം, വെള്ളരിക്ക കുമ്പളങ്ങി ഉണ്ടാക്കാം, ചക്കക്കുരും വെള്ളരിക്ക ഉണ്ടാക്കാം, ചക്കക്കുരു മാങ്ങ ഉണ്ടാക്കാം, ചക്കക്കുരു കൂടെ ഇവിടെ ഇരുമ്പം പുളി ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഓർക്കാപ്പുളി അറിയാം, അതിട്ടുണ്ടാക്കാം. നല്ല രസമായി കാര്യം. നിങ്ങൾക്കൊക്കെ അതൊക്കെ ഇഷ്ടമുണ്ടാവുക കേട്ടോ. നമ്മൾക്ക് ഈ പാവപ്പെട്ടവർക്ക് ഇതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഈ ചെറിയ ചക്കക്കുരു തൊലിച്ചാൽ ഭയങ്കര ഗതിയിടല്ലേ. അപ്പോൾ ഞാൻ ഈ ബാക്കിയുള്ള വേസ്റ്റൊക്കെ മുറത്തേക്ക് വാരി വേഗം കൂട്ടാണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങട്ടെ കേട്ടോ. അപ്പോൾ ചക്കക്കുരു തൊലിച്ചാൻ പണിയൊന്നുമില്ല. നമ്മളെ അടുത്ത് കല്ലൊരലുണ്ടെങ്കിലേ, ചെറിയ ഉരൽ നമ്മൾ ചതക്കണൊക്കെ ഉരലുണ്ടെങ്കിൽ അതിക്കൊരു കുരു കൊണ്ട് ഇടുക. എന്നിട്ട് ആ മുട്ടി കൊണ്ട് ഒരൊറ്റ മുട്ട കൊടുക്കുമ്പോൾ അത് ചതയും. അപ്പോൾ അതിൻ്റെ തൊലി വേഗം പൊളിച്ച് കജ്ജുകൊണ്ട് എടുക്കാൻ കിട്ടും. പിന്നെ ഒന്ന് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കി, അല്ലെങ്കിൽ അങ്ങനെ വേവിച്ചങ്ങാണ്ട് അങ്ങനെ ചക്കക്കുരു മുരിങ്ങക്കായോ കുമ്പളങ്ങയോ വെള്ളരിക്കയോ ഒക്കെ ഇട്ടുങ്ങാണ്ട് പുളിയൊക്കെ ഇട്ട് വെക്കട്ടോ. തൊലിക്കാനുള്ള ഇടങ്ങേറ് അങ്ങനെ നമുക്ക് തീരും. അതിൻ്റെ ചുവന്ന തൊലി തിന്നണത് നല്ലതാണല്ലോ. അപ്പം ഞാൻ വേഗം വന്ന് തീ ചുടിപ്പിച്ചങ്ങാണ്ട് ചക്ക അടുപ്പത്ത് വെക്കുകയാണ്. കഴുകി വാരി കുടുക്കിക്കന്നെ ഇട്ട് വെള്ളം ഒഴിച്ച് മഞ്ഞപ്പൊടി ഇട്ട് അടുപ്പത്ത് വെച്ചു. അപ്പം അതിക്ക് അരക്കാനുള്ളതാണ്. വെളുത്തുള്ളി 2-3 കൊണ എടുത്തിക്കണ്, ചെറിയുള്ളി എടുത്തിക്കണ്, നാളികേരം എടുത്തിക്കണ്, പച്ചമുളകും കരിവേപ്പിൻ്റെ ഇതൊന്നും ചതക്കുക. ഇതൊന്ന് ചതച്ചങ്ങാണ്ട് ഇതാ നല്ല ജീരകേ ഞാൻ ഉണക്കി വെച്ചതേനി. ഉണക്കിങ്ങാണ്ട് ഞാനത് പൊടിച്ചാണ് വെച്ചു, ടിന്നിലിട്ട് വെച്ചു. പൊടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പൊടിയും കൂടി ഇട്ടുങ്ങാണ്ട് നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ടുകൊണ്ട് അരച്ച് കണ്ടല്ലേ ചക്ക തിളച്ചപ്പത്തിന് വെന്ത്. പിന്നെ നമ്മൾ ഈ ചതച്ച സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇളക്കി നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ മാങ്കുടുക്ക അപ്പോൾ എൻ്റെ മരത്തിൻ്റെ ചട്ട കണ്ടേന്ന് കാണാനില്ല. 2 ചട്ട കണ്ടേന്ന് മരത്തിൻ്റെ. എവിടെയാണാവോ, എവിടെയും പിന്നെ ഞാൻ പോയി തിരയുണ്ട്, എനിക്കറിയില്ല. എവിടെ തിരഞ്ഞിട്ടും കാണാനില്ല. ഇപ്പോൾ ഈ ഷെഡിൻ്റെ സൈഡിൽ കൂടെ ചാടിക്കണമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ പേടിച്ച് കണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഇളക്കുന്നത്. കാരണം മൺകാലത്തിൽ നമ്മൾ ഈ സ്റ്റീലിൻ്റെ ചട്ടകം കൊണ്ടൊന്നും അലുമിനിയം കയ്യിലോട്ടൊന്നും ഇളക്കാൻ പറ്റില്ല. മൺകുടുക്ക വേണ്ട പൊട്ടി കീടരാനേ. അപ്പോൾ പേടിച്ച് ഞാൻ വെല്ല ഇളക്കി കൊണ്ട് നിൽക്കുകയാണ് തേങ്ങ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കണ്ടാണ് വേവിച്ചിരിക്കുന്നത് കേട്ടോ. ഉപ്പൊക്കെ പാകം തന്നെ കാരം. ഇപ്പോൾ ഉപ്പ് പാകം അല്ലെങ്കിൽ ഇട്ടും കൊടുക്കാമല്ലോ. പച്ചമുളകും നാളികേരം ഉള്ളികളൊക്കെ ചതച്ചിട്ട് ഇളക്കി ചക്കക്കൂട്ടാൻ റെഡിയാക്കുക. അപ്പം ഇതിക്കൊരു കറി ഉണ്ടാക്കണ്ടേ? അല്ല അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കലുണ്ടോ? അങ്ങനെ ഉണ്ടാക്കും, ഇഷ്ടമാണോ അങ്ങനത്തെ കൂട്ടാനൊക്കെ? അപ്പോൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കട്ടോ. അപ്പോൾ ചക്കക്കൂട്ടാൻ വെന്ത് ഞാൻ ഒരുവിധം ഇളക്കി മാറ്റി വെച്ച് ചെറിയുള്ളിയിൽ തൂമിക്കണം. ആദ്യം കടുക് പൊട്ടിച്ചു, പിന്നെ നമ്മൾ ഒരു സവാള അരിഞ്ഞങ്ങാണ്ട് മൂപ്പിച്ചിട്ട് ഈ ഉണക്കമുളകും കരിവേപ്പിൻ്റെ ഇട്ട് പൊട്ടിച്ചങ്ങാണ്ട് കൂട്ടാനിലിട്ടാണ്ട് ഇളക്കി കൊടുക്കുകയാണ്, പച്ചവെളിച്ചൊക്കെ പറഞ്ഞങ്ങാണ്ട്. അപ്പോൾ ചെറിയുള്ളിയാണ് ഇതിക്ക് വേണ്ടത്. ചെറിയുള്ളി ഇല്ല, ചെറിയുള്ളി കഴിക്കണം. ചെറിയുള്ളിക്കൊക്കെ എന്താ വില അല്ലേ? എല്ലാ സാധനത്തിനും പെരും വിലയാണ്. നമ്മളെ പോലത്തെ പാവപ്പെട്ട ആൾക്കാർ എന്താ ചെയ്യലേ? അപ്പോൾ അതാ ഞാൻ വലിയൊരു ഉള്ളി തന്നെ എടുത്തണ. വാടി വെക്കുമ്പോൾ ഒരു പിന്നെ ചുങ്ങി വന്ന് അപ്പോൾ കൂട്ടാനിലിട്ട് ഇളക്കി പേടിച്ച് ഇളക്കുകയാണ്. എനിക്ക് കലം കേടരാറിഞ്ഞാൽ ഞാൻ കൊല്ലണേന്ന് സമാണ് കേട്ടോ. എനിക്ക് കലം പൊട്ടുന്നത് സഹിക്കാൻ കഴിയില്ല. ഇതൊക്കെ എനിക്ക് നല്ല പൈസയും കൊടുത്ത് വാങ്ങിയതുമാണ്. നല്ല കറുത്ത കലാണ്, നല്ല ഉറപ്പുണ്ട്. മയക്കാതെ ഉപയോഗിക്കാൻ പറ്റുന്ന കലാണ് പറഞ്ഞിട്ട് കുഞ്ഞാണിയൊക്കെ വാങ്ങിത്തന്നതാണ് എനിക്ക്.
എനിക്ക് എല്ലാവർക്കും ഓരോരോ വീക്ക്നെസ് ഉണ്ടാവില്ല. എനിക്ക് ഈ പാത്രങ്ങളോടും ചട്ടിനോടും കേട്ടോ. അപ്പം നമുക്ക് കറി ഉണ്ടാക്കാനേ ഓർക്കാപ്പുളിക്ക് പോകട്ടോ. ഓർക്കാപ്പുളി ഉണ്ടല്ലേ നമ്മളെ പേരൻ്റെ സൈഡിൽ തന്നെയാണ്, ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ അതുകൊണ്ട് പുളിയിഞ്ചി ഉണ്ടാക്കും, അതുപോലെ കറിയിലൊക്കെ ഇടും. മീൻ വാങ്ങുകയാണെങ്കിലൊക്കെ ഇത് ഇടും. പുളിക്ക് പകരം ഇപ്പോൾ വാളൻപുളി തന്നെ ഉപയോഗിക്കല്ലോ, ഇതന്നെ ഇടല് പാകത്തിന് പുളി. ഇത് അപ്പോൾ കുറച്ചും പറിച്ചെടുത്തുങ്ങാണ്ട് കേക്കിങ്ങാണ്ട് മുറിച്ചുങ്ങാണ്ടേ ചക്കയ്ക്കൊരു കറി ഉണ്ടാക്കട്ടെ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കുറച്ചിങ്ങോട്ട് ഊരിയെടുത്തു. എന്നിട്ട് നല്ലോണം കഴുകി മുറിച്ചെടുത്താൽ നമുക്ക് ചാർക്ക് ഇടേ. ഉണക്കമീനിലിടുക, പച്ചമീനിലിടുക, അതുപോലെ വെള്ളരിക്ക, ചക്കക്കുരു അതിക്കൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കഴുകി നുറുക്കിക്കണ്. പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും തക്കാളിയും പുളി എടുത്തിക്കണം ചക്കയ്ക്ക് കറി ഉണ്ടാക്കാനേ. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ വാർന്ന് ഉലുവ ഇട്ടെടുത്ത് ഉലുവയും കടുകും പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ട് വഴറ്റി കൊടുക്കുക. അത് ചതച്ചിട്ടെ ഞാൻ ഉള്ളികൾ നല്ലോണം ചതച്ചിക്കണം, എന്നിട്ട് ഇട്ട് കൊടുക്കണം. ഈ ഉള്ളി നല്ലോണം ചതഞ്ഞാലുണ്ടല്ലോ ചട്ടിൻ്റെ അടിയിൽ. അപ്പോൾ മരത്തിൻ്റെ ചട്ടൊക്കെ തെരഞ്ഞ് കുത്തി വാങ്ങിച്ചിട്ട് ആ സൈഡിലേക്ക് ചാടിപ്പോയിന്. അപ്പുറത്ത് പോയിട്ട് തുടങ്ങി നേരം പോയിട്ട് അപ്പത്തിന്. പിന്നെ അതാ ഈ സാധനങ്ങൾ പച്ചമുളകും ഉള്ളി ഇതൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ലോണം കുറച്ച് ഉപ്പ് ഇട്ടുങ്ങാണ്ടാണ് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം വഴന്ന് കിട്ടും. അപ്പോൾ പാകത്തിന് നമുക്ക് എത്ര ചാറ് വേണ്ടത് അതിനനുസരിച്ച് പുളി എടുക്കട്ടോ, അല്ലെങ്കിൽ പുളി കയറും. ഇതിൽ മീനാണ് ഇടുന്നെങ്കിൽ മീനിക്ക് അനുസരിച്ചുള്ള പുളി എടുക്കുക. നല്ല രസമായി കാരം. കരിവേപ്പിൻ്റെ ഇട്ടെടുക്കുക. കരിവേപ്പിൻ്റെ മെയിനാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കണ്ടോ നമ്മളെ പുളിയൊക്കെ നല്ലോണം വെന്ത് വാടി വരുന്നുണ്ട് കേട്ടോ. തക്കാളി ഉപ്പിട്ടപ്പോൾ പെട്ടെന്ന് വാടും. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ചക്കയ്ക്ക് നല്ല രസമാണ് കേട്ടോ ഈ കറി. ചക്കയ്ക്ക് ഇങ്ങനത്തെ കറി ഉണ്ടാക്കിക്കൊണ്ടിട്ടോ, ഉണ്ടാക്കി നോക്കാട്ടോ. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി നമുക്ക് എത്രയാണ് ചാറ് കറി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഉപ്പൊക്കെ പാകമാക്കി എരിവ് ഒക്കെ പാകമാക്കി. ചക്കയ്ക്കൊക്കെ അത്യാവശ്യം എരിവ് വേണം കേട്ടോ. 2-3-4 കുരുമുളകും ഇട്ടുകൊണ്ടിട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ചെറിയ മീനുകളുണ്ടായിരുന്നു, മത്തി, മാന്തൾ, അയില കുട്ടികൾ. ഇതൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ നന്നാക്കിനി. അത് നന്നാക്കണമൊന്നും ഞാൻ കാണിച്ചു തന്നിട്ടില്ല. വീഡിയോ വെറുതെ ലെങ്ത് ആക്കണ്ടല്ലോ, അതാണ് ഇട്ടെടുക്കുക. അത് തന്നെയാണ് ചക്കയ്ക്കുള്ള കറി. ചക്കയ്ക്കും പറ്റും, ചോറുക്കും പറ്റും കേട്ടോ. ഇന്നത്തെ കറി തന്നെയാണ് മീൻ കറി, ചക്കക്കൂട്ടാനും. പിന്നെ ഞാൻ മോരിലിട്ട് മുളക് ഉണക്കിനു, അത് ഇട്ടിട്ടില്ല കേട്ടോ, വീഡിയോ ഇട്ടിട്ടില്ല. അത് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ മോരിൽ. ഇപ്പം നല്ല വേനലാണ്, എല്ലാവരും മോര് വാങ്ങിക്കാണ്ട് പച്ചമുളക് ഉണക്കിക്കൊണ്ടിട്ടോ കൊണ്ടാട്ട മുളക് ഉണ്ടാക്കിക്കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നോൽമ്പിനൊക്കെ നമുക്കത് ആവശ്യം വരും. കഞ്ഞി കുടിക്കുന്നവർക്കൊക്കെ പെലച്ചക്ക് ചോറുന്നുമ്പോഴൊക്കെ ഒന്ന് എരിയാനൊക്കെ കണ്ടോ. നീ ഇപ്പോൾ വെന്ത് നല്ലോണം ഇളക്കി മറിച്ച് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇട്ടിച്ച് അത് വാങ്ങി വെച്ച്. അപ്പോൾ ചക്കക്കൂട്ടാനും മീൻ കറിയായി. അപ്പം ഞാൻ കൊണ്ടാട്ട മുളക് ഉണ്ടാക്കിയാണ് കേട്ടത്. അപ്പോൾ അത് പൊരിച്ചുകാണ്ട് നല്ല കറിമുറിയേനെ കഴിക്കുക. ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ടുണ്ട് അടച്ച് വെച്ചാൽ മതി കേട്ടോ. നല്ല എരിവുള്ള മുളകാണ്, നല്ല പുളിയുള്ള മോരിലിട്ട് ഉണക്കിയതാണ്. അപ്പോൾ അതാ പിന്നെയാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചോറ് വെച്ചത്. റേഷൻ അരിയാണ്. ഒന്ന് കത്തി തിളക്കുമ്പോഴത്തേന് ചോറ് പെട്ടെന്ന് വേറും. കുഞ്ഞാണിയൊക്കെ ആണെങ്കിലല്ലോ ഈ ചോറ് വെന്താൻ്റെ ഭയങ്കരമായിട്ട് ചീത്തറിയും. പിന്നെ ചോറ് വെന്താലും പറ്റൂല. ഇനി കുറച്ച് വേഗ് കമ്മി ആയാലും പറ്റും, ഒരു കുഴപ്പമില്ല കേട്ടോ. കമ്മിയുള്ള ചോറ് ഇത് എന്താ ഇപ്പോൾ ചോറ് വേഗ് കുറഞ്ഞു അറിയില്ല. അതിന് വേണ്ടി ഒരു തള ഏറി നല്ലോണം ഒന്ന് വെന്ത് പോകുന്നാലോ മനസ്സിന് ചീത്ത പറയും. ഇപ്പം ചോറ് പാകത്തിന് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ എന്താണെന്നറിയോ, അപ്പം അതൊക്കെ വേഗം ലൂറ്റിക്കാണ്. വെറുതെ എന്തിനാ പിന്നേക്കാരെ വേഗം ലൂറ്റിക്കുന്നു. അപ്പോൾ കഞ്ഞിൻ്റെ ഉള്ള ഒരു പാത്രത്തൊക്കെ ഒഴിവാക്കി. ഇതിൻ്റെ അടിയിലുണ്ടാവും വറ്റ്. അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. നമ്മളെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഓളൊന്ന് ഓപ്ഷനൊക്കെ അമർത്തി ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ വേഗം ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് ഓപ്ഷനൊക്കെ അമർത്തിക്കോളിട്ടോ. അപ്പോൾ അടുപ്പിലെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്നത്തെ ഫുഡ് അറിയുന്നത് ഇതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ.